എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദേ കുറേ ദിവസങ്ങളായിട്ട് അടഞ്ഞ മഴ കഴിഞ്ഞ് ഇപ്പോൾ ദാ ഇന്നലെ ഒരു തെളിവ് കിട്ടി, ഇന്നും ദേ ഒന്ന് തെളിഞ്ഞ് നിൽക്കുക. എല്ലാവർക്കും എല്ലായിടത്തും പാടത്തും പറമ്പിലും എല്ലായിടത്തും പണി ചെയ്യുന്നവർക്ക് തകൃതിയായിട്ട് പണി ചെയ്യാൻ കിടക്കണ്ടാവൂലേ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. ഞാനും ഇന്ന് ഇറങ്ങിയേക്കണം നമ്മുടെ ഒരു ഗാർഡനിലേക്കാട്ടോ. നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, അത്യാവശ്യം ഓണത്തിന് വേണ്ട പൂക്കളൊക്കെ വേണമല്ലോ. അപ്പോൾ ഇപ്പോഴേ ഒന്ന് റെഡി ആക്കിയില്ലെങ്കിൽ നമ്മുടെ പൂവൊന്നും ഉണ്ടാവില്ല. ഓണത്തിനിടാനുള്ള അത്തപ്പൂക്കളത്തിനുള്ള പൂവൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിന് ഉള്ള പരിപാടിയാട്ടോ ഇന്ന്. നമ്മുടെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ചെടി, ഹാർഡ് പ്ലാന്റ്സ് എന്നൊക്കെ പറയും. കണ്ടോ, നല്ല രസമുണ്ടല്ലേ. റോസയുടെ 1-2 മൊട്ട് മാത്രമേ നിൽക്കണുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം നല്ല വെയില. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തു, പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല ചൂടായിരുന്നു. നമ്മുടെ സാധാരണ എല്ലാ വീട്ടിലും കാണപ്പെടുന്ന ഒരു ചെടി അതാ ബാൾസം. ഇതിപ്പോൾ അതേ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ചാഞ്ഞു പോയിപ്പോതാ, അതാട്ടോ ഇത് ചാഞ്ഞു നിൽക്കാൻ കാരണം. നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പൂ കാണാൻ. ഇത് പല നിറത്തിലും ഉണ്ട്, ചുവപ്പ്, വെള്ള, പിങ്ക്, അങ്ങനെ എല്ലാ കളറിലും ഉണ്ട്. ഇതിൻ്റെ പേരെന്ന് പറയണേ ഇംപേഷ്യൻസ് ബാൾസമീന എന്ന പേര്, ഒരു ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സാധാരണ ചെടിയാട്ടോ ഇത്. സാധാരണ എല്ലായിടത്തും അത്യാവശ്യം നീർവാർച്ചയുള്ള പ്രദേശത്തൊക്കെ ഷെയ്ഡിലായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയായത്. കണ്ടോ, ഇവിടെ ഇത് തന്നെ വിത്ത് പാകാനുള്ള കഴിവുള്ളത് കൊണ്ടുതാ ഇത് തന്നെ പൊട്ടി മുളച്ചുണ്ടായേക്കണം. കണ്ടോ, ഇഷ്ടംമാതിരി തൈകളുണ്ട്, എല്ലാത്തിലും പൂവായിട്ടില്ല. ഈ മുറ്റത്തെ കൂടെ നിൽക്കണ്ട, ഞാനത് പറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും അതിൻ്റെ വിത്ത് പൊട്ടാനുള്ള ആ കഴിവുള്ളതുകൊണ്ട് ഇതിനെ ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞ ഒരു പേരിലും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെടിത്തോട്ടത്തിൽ വലിയ ചിലവൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം വളർന്നു വരാൻ പറ്റിയ ഒരു ചെടിയാട്ടോ ഈ ബാൾസം. കാരണം ഒരു വർഷം ഉണ്ടായി. ഇപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ വർഷം നട്ട അതിൻ്റെ കാ പൊട്ടി 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 അത് സ്വയമാണ് ഉണ്ടാകുന്നത്. ഈ ചെടിയിൽ പരാഗണം നടത്തണേ എന്നാണ് തേനീച്ചയും മറ്റു പ്രാണികളൊക്കെ തേൻ കുടിക്കാൻ വരുമ്പോൾ അങ്ങനെയാണ് പരാഗണം നടക്കുന്നത്. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഒന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ചാൽ അത് തന്നെ ഉണ്ടായിക്കോളും. അടുത്ത വർഷം ഇഷ്ടംമാതിരി അതിൻ്റെ കാ തന്നെ ചാടി മുളച്ചുണ്ടായിക്കോളും. ഈ ബോൾസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമുക്ക് ഓണത്തിന് അത്തപ്പൂ ഇടാൻ ഇഷ്ടംമാതിരി പൂ കിട്ടുന്ന ഒരു ചെടി കേട്ടോ. ബാക്കി നമുക്ക് ഈ തുമ്പയൊക്കെ ഉണ്ടല്ലോ, മെയിനായിട്ട് വേണ്ടതല്ലേ പൂക്കളത്തിന്, വെള്ളപ്പൂവും അതൊക്കെ. അപ്പം നമുക്ക് തുമ്പ ഇല്ലെങ്കിൽ തന്നെ നമ്മളെ ബോൾസത്തിൻ്റെ വൈറ്റൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണേ. ചെറുപ്പത്തിലൊക്കെ ഓർക്കണ്ട്, ഇത് തപ്പി എല്ലായിടത്തും കൂടെ നടക്കും. ഉള്ളതെല്ലാം പല കളറിൽ കിട്ടണോണ്ടേ, പിന്നെ ഇതിൻ്റെ വെള്ളയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തുമ്പയ്ക്ക് പകരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്ക് അത്യാവശ്യം പൂക്കളമൊക്കെ നല്ല മനോഹരമാക്കാൻ ഈ ചെടിയും കൊണ്ട് സാധിക്കും. ഈ ചെടി നല്ല ചെടിയാട്ടോ, നല്ല ഭംഗിയുണ്ട്. ചട്ടിയിലൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തും, നല്ല രസമാണ്. വെട്ടിയെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ആവല്ലേ. ഉണ്ടോ, ഇതൊന്നും പറഞ്ഞു പോരില്ലാണ്ട് ബദ്ധി. മതിയായ വേരുറച്ചു പോയി. കണ്ടോ, ഇതിൻ്റെ പൂവായിട്ട് ഇങ്ങനെ വന്നിട്ട് അത് ഫ്രൂട്ട്സ് വരും കേട്ടോ. അതാണ്ടോ, ഇങ്ങനെ ഓരോന്നുമാണ് ഇത് പിന്നെ നടണത്. പുല്ലൊക്കെ പറിക്കുമ്പോൾ കയ്യിൽ ഒരു ക്യാപ്പിടണ കാര്യമൊക്കെ എല്ലാവരും സൂചിപ്പിക്കേണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്ത് വലിയ പരിചയമില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫ്രീ ആയിട്ട് കൈ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. പുല്ല് പറിച്ചെടുത്ത് എനിക്ക് ഇതാ ഇഷ്ടം. നമ്മുടെ റോസിൻ്റെ അവസ്ഥ, റോസിന് നല്ല വെയിൽ വേണ്ട ചെടി കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെയാവണത്. ചുവടൊക്കെ ഇളക്കി വരുമ്പേ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആവും. എവിടെയൊക്കെ കാട് കയറി മൂടി കിടക്കും കേട്ടോ. ചെടിത്തോട്ടാണോ കാടാണോ എന്ന് ചോദിക്കും. എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ഈ മാതിരി മഴയൊക്കെ അല്ലായിരുന്നു, മഴയൊക്കെ കഴിയുമ്പോഴേ ഓൾറെഡി ഭയങ്കര കാട് കയറൂല്ലേ. ഇത് മൊത്തം തക്കാളി തൈ കേട്ടോ. തക്കാളി ഇല്ല ഈ പ്രാവശ്യം. അപ്പം ഒരു വിലയായില്ലേ, മഴയായതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര ചുവയില്ല. ഇനി വെയിൽ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതാവുമായിരുന്നു. അപ്പം ഇല്ലേ അപ്പ, ഈ മാതിരിയുള്ള അപ്പയാട്ടോ കയറി വന്നേക്കണേ. അതിനിടയ്ക്ക് ബോൾസ് ഉണ്ട്. ഒരു വളവും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല കേട്ടോ.
എത്ര നാളായി ചെയ്തിട്ട്. ചെടിയെന്ന് പറയാനോ കാണിക്കാനോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയില്ലേ, അത് തന്നെ. നമ്മുടെ ഇത് നമുക്ക് വളരെ വലുതാണ്. ഞാനൊരു ഐറ്റം കാണിച്ചു തരാതെ. ഇത് കണ്ടോ, കൊടങ്ങൽ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതുങ്ങളുടെ മേത്ത് അരച്ച് തേക്കാനും കുളിപ്പിക്കുമ്പോഴേ, കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കുമ്പോൾ അരച്ച് തേക്കാനൊക്കെ ഇതല്ലേ കൊടങ്ങൽ. അത് കുറേ ഉണ്ട് കേട്ടോ. എണ്ണ കാച്ചാനൊക്കെ നല്ലതാണ്. വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം കേട്ടോ കൊടങ്ങൽ. ഇഷ്ടമാതിരിയുണ്ട്. അതുണ്ടായാൽ പിന്നെ കുറേ അങ്ങ് ഉണ്ടാവും, ഓരോ മുട്ടാൻ തുറങ്ങണ്ട. ഇതാണ് കൊടങ്ങൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.